ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ പൈ വാലറ്റിനകത്ത് ലോക്ക് ആയിട്ട് കിടക്കുന്ന കോയിൻസ് എങ്ങനെ നമുക്ക് അൺലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് അവസാനം വരെ കാണുകയും നമ്മുടെ ഒരു വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക, അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. 2022 ഒക്ടോബർ 2-ാം തീയതിയാണ് എന്റെ ഫസ്റ്റ് മൈഗ്രേഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. ഏകദേശം 92 പൈ കോയിൻസ് ആണ് എനിക്ക് 2022 എന്തായത് മൈഗ്രേറ്റ് ആയത് കേട്ടോ. അതായത് എന്റെ വാലറ്റിലേക്ക് 2022 കോയിന് കിട്ടിയത്. അതിനുശേഷം എന്റെ കോയിൻസ് എന്തായിരുന്നു 3 വർഷം ലോക്ക് ആയിട്ട്. അപ്പൊ ആ ഒരു 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ്, അതായത് 2025 ഒക്ടോബറിലാണ് എന്റെ പൈ കോയിൻസ് എന്താകുന്നത് അൺലോക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ 3 വർഷത്തോളം ലോക്കിംഗ് പീരീഡ് വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് 3 വർഷത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൈ കോയിൻസ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ തന്നെയാണ് 6 ലോക്കിംഗ് പീരീഡ് ഇട്ട് കഴിഞ്ഞാലും എത്രയാണോ കാലാവധി, ആ ഒരു കാലാവധി വരെ നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം. ഇപ്പൊ എന്റെ തന്നെ ഇവിടെ 92 കോയിൻസ് ഇവിടെ മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെൻഡിങ് അൺടിൽ എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലോക്ക്ഡ് അൺടിൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഡേറ്റും കാണാൻ പറ്റും. ഇതിനകത്ത് ലോക്ക്ഡ് അൺടിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള ഡേറ്റ് കണ്ടോ, ആ ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ പൈ കോയിൻസ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലോക്കിംഗ് പീരീഡ് എന്നാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പൈ ബ്രൗസറിൽ വാലറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്ക് എന്തായാലും ഇവിടെ ലോക്കായിട്ട് കിടക്കുന്ന പൈ കോയിൻസ് അൺലോക്ക് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, എന്റെ പൈ കോയിൻസ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പൈ കോയിൻസ് അൺലോക്ക് ചെയ്യാമെന്ന് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക, നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു പൈ കോയിന് മൈനിങ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് മൈനിങ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോയിൻ ആണ് ഏത്, ഇന്റർലിങ്ക് നെറ്റ്വർക്ക് കേട്ടോ. നമുക്ക് ഈ ഒരു ഇന്റർലിങ്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ITLG എന്ന് പറയുന്ന കോയിൻസ് നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് തന്നെ നമുക്ക് മൈനിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്താണ് ഇന്റർലിങ്ക് നെറ്റ്വർക്ക് എന്ന് കൃത്യമായിട്ട് പറയുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആണ് എന്ത് ചെയ്യാം, മുകളിലൂടെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു ഇന്റർലിങ്ക് നെറ്റ്വർക്കിന്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർലിങ്ക് നെറ്റ്വർക്ക് ആപ്പിലും പോയിട്ട് നിങ്ങൾ കോയിൻസ് മൈനിങ് ചെയ്യുക. അപ്പൊ നമ്മുടെ പൈ കോയിന് പോലെ തന്നെ മൈനിങ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കോയിന് കൂടെയാണ് PX കോയിൻ കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് PX നെറ്റ്വർക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഫ്രീ ആയിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, PX എന്ന് പറയുന്ന കോയിൻ ഫ്രീ ആയിക്കൊണ്ട് മൈനിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് PX നെറ്റ്വർക്ക് ആപ്പിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ ഇവിടെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ പോയിട്ടും വാച്ച് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ നിലവിൽ പൈ കോയിൻ മൈനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർലിങ്ക് നെറ്റ്വർക്ക് ആപ്പ് വഴി ITLG കോയിൻസ് മൈനിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ PX നെറ്റ്വർക്ക് ആപ്പ് വഴി നമ്മൾ PX കോയിനും മൈനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് 3 നിങ്ങൾ നിർബന്ധമായിട്ടും മൈനിങ് ചെയ്യാം. അപ്പൊ ഇതുപോലെ ഫ്രീ ആയിക്കൊണ്ട് നമുക്ക് മൈനിങ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുടെ അപ്ഡേറ്റുകളും പുതിയ മൈനിങ് ആപ്പുകളും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ പൈ വാലറ്റിനകത്ത് നമ്മുടെ കോയിൻസ് നമുക്ക് എങ്ങനെ അൺലോക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ എന്റെ പൈ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പൈ വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഏകദേശം 209ഓളം പൈ കോയിൻസ് കാണാൻ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഏകദേശം 0.08 പൈ കോയിൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു അവൈലബിൾ ബാലൻസിൽ കാണിക്കുന്ന എമൗണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ബാലൻസിൽ കാണിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ വാലറ്റിനകത്ത് എന്താണ്, എന്റെ കോയിൻസ് ലോക്ക് ആണ്. ലോക്ക് ആയത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ എന്റെ അവൈലബിൾ ബാലൻസിൽ എന്ത് കാണിക്കുന്നില്ല, എമൗണ്ട് കാണിക്കുന്നില്ല. പക്ഷെ ഏറ്റവും മുകളിൽ എമൗണ്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പൈ കോയിൻസ് അൺലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ലോക്കപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ നിങ്ങൾ, ആ ഒരു ലോക്കപ്സ് എന്ന് കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൂവബിൾ ലോക്കപ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ലോക്കപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ നമുക്ക് മറ്റൊരു എമൗണ്ടും കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ആദ്യം കാണിക്കുന്ന മൂവബിൾ ലോക്കപ്സ് എന്ന് കാണിക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഏകദേശം 92.68 പൈ കോയിൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിന്റെ നേരായിട്ട് നമുക്ക് എന്ത് കാണാം, മൂവ് എന്നുള്ള ബട്ടണും കാണാൻ പറ്റും. അതുപോലെ തന്നെ
തന്നെ താഴെ കാണിക്കുന്ന ആക്റ്റീവ് ലോക്കപ്സിനകത്ത് നമുക്ക് ഏകദേശം 93.68 പൈക്കോയിൻസ് കാണാൻ പറ്റും. അതിന്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മൂവ് എന്നുള്ള ബട്ടൺ ഇല്ല, പകരം നമുക്ക് അവിടെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. 2027 ജൂലൈ 21 എന്ന് പറയുന്ന ഡേറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 93 പൈക്കോയിൻസ് നമുക്ക് അൺലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും 2027 ജൂലൈ 21 വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എമൗണ്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കോയിൻ ആണ് ഏത്, ഈ മുകളിൽ കാണിക്കുന്ന മൂവബിൾ ലോക്കപ്സിൽ കാണിക്കുന്ന എമൗണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് ഏകദേശം 92 പോയിന്റ് സംതിങ് കോയിൻസ് ഇവിടെ എനിക്കിപ്പോ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുന്ന ആ ഒരു മൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 2 ഓപ്ഷൻസ് കാണാം. റീലോക്ക് വിത്ത് സെയിം സെറ്റിംഗ്സ് എന്നും മൂവ് ടു അവൈലബിൾ ബാലൻസ് എന്നും കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള റീലോക്ക് വിത്ത് സെയിം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയോ, നമ്മൾ ഇത്രയും കാലം അതായത് 3 വർഷം നമ്മൾ ലോക്കാക്കി വെച്ച കോയിൻസ് അല്ലേ. അപ്പൊ നമ്മൾ ആ ഒരു ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും 3 വർഷത്തേക്ക് നമ്മുടെ കോയിൻസ് ലോക്ക് ആവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും 3 വർഷത്തേക്ക് ലോക്ക് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു ആദ്യത്തെ ഓപ്ഷൻ ആയിട്ടുള്ള റീലോക്ക് വിത്ത് സെയിം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇപ്പൊ പൈക്കോയിൻസ് അൺലോക്ക് ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രണ്ടാമത് കാണിക്കുന്ന മൂവ് ടു അവൈലബിൾ ബാലൻസ് എന്ന് കാണിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എന്തായാലും ആ രണ്ടാമത് കാണിച്ചിട്ടുള്ള ആ ഒരു മൂവ് ടു അവൈലബിൾ ബാലൻസ് എന്ന് കാണിക്കുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സക്സസ് എന്ന് കാണിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ഹോം പേജിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏറ്റവും ടോപ്പിൽ നമുക്ക് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള കോയിൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൈലബിൾ ബാലൻസിൽ നമുക്ക് ഏകദേശം 92.75 പൈക്കോയിൻസും കാണാൻ പറ്റും. അപ്പൊ ആ ഒരു 92.75 പൈക്കോയിൻസ് ആണ് ഇപ്പൊ നിലവിൽ നമ്മൾ എന്താക്കിയത്, അൺലോക്ക് ആക്കിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു 92.75 പൈക്കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ സെല്ലാക്കാൻ പറ്റുന്ന കോയിൻസ് ആണ് ഈ ഒരു അവൈലബിൾ ബാലൻസിൽ കാണിക്കുന്ന എമൗണ്ട്. അപ്പൊ പലർക്കുള്ള ഡൗട്ട് ആയിരിക്കും, ഇപ്പൊ നമ്മുടെ വാലറ്റിൽ കോയിൻ ഉണ്ട് അല്ലെ, ഇനി നമ്മുടെ വാലറ്റിലേക്ക് വേറെ ആരെങ്കിലും ഇങ്ങോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വാലറ്റിലേക്ക് ഇങ്ങോട്ട് പൈക്കോയിന് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന കോയിൻസും ഇതുപോലെ ലോക്ക് ആയിട്ട് കിടക്കുമോ എന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലും പൈക്കോയിന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും ലോക്ക് ആകൂല. അപ്പൊ നമ്മൾ മൈനിങ് ചെയ്യുന്ന കോയിൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോക്കിംഗ് പീരീഡിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മുടെ വാലറ്റിലേക്ക് ഇങ്ങോട്ട് ആരെങ്കിലും പൈക്കോയിന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താകില്ല, ലോക്ക് ആവില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ലോക്കപ്സ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ താഴോട്ട് കാണാൻ പറ്റും ഏകദേശം 93.68 പൈക്കോയിൻസ് അവിടെ എന്താണ് നിലവിൽ ലോക്കാണ്. അത് നമുക്ക് 2027 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ പൈക്കോയിൻസ് അൺലോക്ക് ചെയ്യേണ്ടത് കേട്ടോ. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ ബാക്കിൽ വലിയൊരു സ്കാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്ത്, നമുക്ക് എന്നാണോ ലോക്കിംഗ് പീരീഡിന്റെ ഡേറ്റ് കാണിക്കുന്നത് ആ ഡേറ്റും ആ ടൈമും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൂവ് എന്നുള്ള ബട്ടൺ വരും. ആ മൂവ് എന്നുള്ള ബട്ടൺ വരാണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള കോയിൻസ് അൺലോക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നിങ്ങളോട് ഇപ്പൊ ആരെങ്കിലും മെസ്സേജ് ചാറ്റിങ്ങിലൂടെ പറയാണ് നിങ്ങളുടെ കോയിൻസ് അൺലോക്ക് ചെയ്യാൻ പറ്റും, അതിനിങ്ങനെ വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി പോയി കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് ഹാക്ക് ആവുകയും നിങ്ങളുടെ പൈക്കോയിൻസ് ഈ ഹാക്കേഴ്സ് എടുക്കുകയും ചെയ്യും. ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പൈക്കോയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജും അയച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ പൈക്കോയിൻസ് പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെയൊക്കെ ബാക്കിൽ നോക്കുന്ന സമയത്ത് ഇതുപോലെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പൈക്കോയിൻസ് ഡേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങളും ചെയ്തുകൊണ്ട് അവരുടെ വാലറ്റ് ഹാക്ക് ആവുകയും അതിനുശേഷം ആ ഒരു അൺലോക്കിംഗ് പീരീഡിന്റെ ടൈം ആയ സമയത്ത് ഹാക്കേഴ്സ് തന്നെ അവരുടെ വാലറ്റിൽ നിന്നും ആ ഒരു കോയിൻസ് അടിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നിങ്ങളുടെ പൈക്കോയിൻസ് ലോക്ക് ആണെങ്കിൽ ആ ലോക്കിംഗ് പീരീഡിന്റെ ഡേറ്റും ടൈമും ആകുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇപ്പൊ നിലവിൽ എന്റെ പൈ വാലറ്റിനകത്ത് കോയിൻസ് കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങളുടെ പൈ വാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഇതുപോലെ എമൗണ്ട് കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പൈ നെറ്റ്വർക്കിന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഏറ്റവും മുകളിൽ ഒരു 3 ലൈന് കാണാൻ പറ്റും. ആ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് മെയിനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അവിടെ 1 മുതൽക്ക് 9 സ്റ്റെപ്പുകൾ അവിടെ കാണാൻ പറ്റും. ആ 9 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇതാ ഇതുപോലെ നിങ്ങളുടെ പൈ വാലറ്റിലേക്ക് കോയിന് കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഒരു 1 മുതൽക്ക് 9 സ്റ്റെപ്പുകൾ എങ്ങനെ കംപ്ലീറ്റ് ആക്കണമെന്ന്
കൃത്യമായിട്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആണ് എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ ഇവിടെ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പറയുന്നുണ്ട് അറിയോ, എങ്ങനെയാണ് പൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മുതൽക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവസാനം വരെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ പോയിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പൈക്കോയിൻ ഇപ്പൊ നമ്മുടെ വാലറ്റിലൂടെ അവൈലബിൾ ബാലൻസിൽ കാണിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ അവൈലബിൾ ബാലൻസിൽ കാണിക്കുന്ന കോയിൻസ് എങ്ങനെ നമുക്ക് മറ്റൊരാളുടെ വാലറ്റിലേക്ക് സെൻഡ് ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ഒരു താങ്ക്സ് എങ്കിലും താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റിലൂടെ എന്നെ അറിയിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആർക്കെങ്കിലും പൈക്കോയിന് സെല്ല് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ വീഡിയോക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മുടെ ചെറിയൊരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് വലുതാക്കി തരിക. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.